അപ്പോൾ ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിന്ന് പറയാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസൊക്കെ ലാഗ് കാണുന്നു, അതുപോലെ വീഡിയോസൊക്കെ ചെയ്യുന്നതൊക്കെ ഒരേ മോഡൽ, ഒരേ കാറ്റഗറീസ് തന്നെയാണ്, അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി, കുറച്ചൊക്കെ അതേപോലെ ഒരേ കാറ്റഗറീസാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനൊരു Q&A വെച്ചാലോന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി എന്താണെന്ന് പറഞ്ഞോളൂ. അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം, എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാം, ഒക്കെ പറയാൻ ചെയ്യാമല്ലോ. അപ്പോൾ എനിക്കും അറിയാൻ പറ്റും. പിന്നെ നമ്മൾ സെയിം സ്പോട്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു മടുപ്പാണ്. എന്തായാലും സ്പോട്ട് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ വീഡിയോ എടുത്തു തരാനോ അല്ലെങ്കിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാനോ അതുപോലെ ക്യാമറ സ്റ്റാൻഡോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം എല്ലാം ഞാൻ തന്നെയാണ് ഫോണിൽ ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായ കുറച്ച് ഇതും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസും കുറച്ച് എന്താ പറയുക, എനിക്ക് കറക്റ്റായ രീതിയിൽ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഇതിലേക്ക് എത്തിക്കാനൊന്നും പറ്റാത്തത്. ക്യാമറയിലെടുത്ത് തരാൻ അല്ലെങ്കിൽ വീഡിയോസെങ്കിലും എടുത്തു തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിൻ്റേതായ രീതിയിൽ നല്ല രീതിക്ക് എടുത്തു തരാൻ പറ്റുമായിരുന്നു. ഔട്ട്പുട്ട് കിട്ടിയേനെ വീഡിയോസിന് തന്നെ. അതിന് കുറച്ച് പോരായ്മകളുണ്ട് വീഡിയോസിൽ. വീഡിയോസ് എടുക്കുമ്പോൾ ലാഗ് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്കങ്ങനെ സംസാരിച്ച് ശീലമില്ല. അപ്പോൾ വീഡിയോസ് ഇങ്ങനെ എടുത്തെടുത്താണ് പിന്നെ എനിക്കൊരു ഇത് പിന്നെയും കുറച്ച് ബെറ്ററാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുമ്പൊക്കെ ഞാൻ വീഡിയോസ് എടുക്കുമ്പോഴൊക്കെയാണെങ്കിൽ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഭയങ്കര ബോറാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുമുണ്ട്. ആദ്യമൊക്കെ ഞാൻ അത്രയ്ക്ക് സംസാരിക്കുന്ന ആളായിരുന്നില്ല. ഇത്രയ്ക്കൊന്നും ഞാൻ സംസാരിക്കുമായിരുന്നില്ല. ചിലപ്പോൾ നേരിട്ട് കണ്ടാൽ പോലും ചിലപ്പോൾ ഞാൻ അത്രയ്ക്കൊന്നും സംസാരിക്കത്തേ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസിൽ ലാഗ് വന്നിരുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ ഭയങ്കര കുതിച്ചില്ലാതെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയത്. പിന്നെ അടുത്തറിയാൻ ആൻറ്റി വരെ പറഞ്ഞു, നീ നന്നായി സംസാരിക്കാനൊക്കെ പഠിച്ചല്ലോ, വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്, യൂട്യൂബ് ചാനലൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒന്നും ചാനൽ തുടങ്ങിയതായിരുന്നില്ല. അപ്പോൾ ആദ്യം തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇത് സക്സസ് ആയി പോവോ, ഇതൊക്കെ ശരിയാവോ, ബാക്കിയുള്ളവരെ പോലെയൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ട്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങളാണ് എൻ്റെ സ്ട്രെങ്ത്ത്. നിങ്ങളില്ലെങ്കിൽ ഞാനില്ല എന്നുള്ളതാണ് സത്യം. സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് കുറേ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അറിയുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു, ഒന്ന് എനിക്ക് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തോളാം പറഞ്ഞിട്ടാണ് ഞാൻ കുറച്ചൊക്കെ അത്യാവശ്യം ആക്കിയത് തന്നെ. സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ് ഞാൻ. ഒരു ചേച്ചിയുടെ അടുത്ത് തന്നെ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ തന്നെ, ചാനലോ ഞാൻ ചെയ്യില്ല ഇന്ന് മുഖത്തടിച്ചോണം വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ചെയ്യാമെന്നെങ്കിലും പറയും, ചിലപ്പോൾ ചെയ്തില്ലെങ്കിലും ചെയ്യാമെന്നെങ്കിലും പറയാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ മുഖത്തടിച്ചോണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ സംസാരിക്കാനോ ഒന്നും പറയാനോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനും വീഡിയോസും കാര്യങ്ങളൊക്കെ ഡെയിലി ഇടാൻ എനിക്കൊരു ഇത് വരുന്നത്, ഒരു സപ്പോർട്ടീവ് വരുന്നത്. പിന്നെ അതുപോലെ അത്ര സിമ്പിൾ പരിപാടിയൊന്നുമല്ല നമ്മൾ വീഡിയോസ് ചെയ്യുക, ഡെയിലി പോസ്റ്റ് ചെയ്യുക, ഓരോ ഷോർട്സ് അല്ലെങ്കിൽ 2 ഷോർട്സൊക്കെ വെച്ച് ചെയ്യാന്ന് പറയുന്നത് ഒരു ദിവസം അത്യാവശ്യം പണിയെടുക്കേണ്ട പരിപാടി തന്നെയാണത്. അതിനായിട്ട് നമ്മൾ സമയം കണ്ടെത്തിയിരിക്കേണ്ടതാണ്. അല്ലാതെ തോന്നിയ പോലെ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കണവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഒരു വിലയില്ലാണ്ട് കാണുന്നവർ വരെ എനിക്കറിയാം. പേഴ്സണലി അറിയുന്നവരുണ്ട്, അല്ലാതെ അറിയുന്നവരുണ്ട്. കാരണം പറയും, എന്തൊരു വീഡിയോസ് എടുത്തിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ ഇതൊക്കെ എന്തിന് എന്ന് വെച്ചാൽ നമുക്ക് വല്ല ജോലി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനായിട്ട് സമയം കണ്ടെത്തി വീഡിയോസൊക്കെ ചെയ്ത് അത് എഡിറ്റ് ചെയ്തിട്ട് വേണം പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, ഒന്ന് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കേണ്ടി വരും. അത്രയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. പിന്നെ കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൂടി ചെയ്യാം. പല ദിവസങ്ങളിൽ 2 ഷോർട്സ്, ഒരു ലോങ് വീഡിയോ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനാണെങ്കിലും അതുപോലെ ഇപ്പം ഞാൻ ഡെയിലി ചില ദിവസങ്ങളിൽ 2 ഷോർട്സ് വിത്ത് ലോങ് വീഡിയോയും കൂടി ചെയ്യാറുണ്ട്. അപ്പോൾ ആ ലോങ് വീഡിയോ ആണ് കൂടുതൽ എഡിറ്റ് ചെയ്യാൻ ചില സമയത്ത് പാടുണ്ടാവാറ്. കാരണം ഏകദേശം ഒരു 10 മിനിറ്റോളം ആ വീഡിയോസ് ഞാൻ ചെയ്തിടാറുണ്ട്. ഇപ്പോൾ മുന്നേ ഞാൻ 10 മിനിറ്റൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല.
10 മിനിറ്റോളം തികച്ചിടാറുണ്ട്. അതിൻ്റെ ഒപ്പം 2 ഷോർട്സും കൂടി ചെയ്യണം. അത് ചിലപ്പോൾ 30 മിനിറ്റോ 15 മിനിറ്റോ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ തലേദിവസം രാത്രി ഇരുന്നിട്ട് ചെയ്യും. ചിലപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ ഇന്ന് രാവിലെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടും. ആയിട്ടുള്ളൊരു തമ്പനെയിലിന് വേണ്ടിയിട്ട് ഒരു പിക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. തമ്പനെയിലിനുള്ള ക്യാപ്ഷൻ സെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ വീഡിയോ ഇടുന്നതിൻ്റെ താഴെ ക്യാപ്ഷൻ ഇടാനും കൂടി വേണ്ടി അതും സെറ്റ് ചെയ്യണം. അതിന് ഞാൻ തമ്പനെയിലായിട്ട് വെക്കാറെന്ന് വെച്ചാൽ സെപ്പറേറ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാറ് ചെയ്യാറ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി കാണുമ്പോൾ അതൊരു നല്ലൊരു അട്രാക്ഷൻ തോന്നും എന്നോട്. നമ്മൾ ഡെയിലി വീട്ടിലിരുന്നുകൊണ്ട് ഒന്നും നടക്കില്ല. എല്ലാം ചെയ്തെങ്കിൽ മാത്രമേ അതിനൊരു ഒരു സക്സസ് ആവാനോ അല്ലെങ്കിൽ അതിനൊരു ഇമ്പാക്റ്റോ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.